നമസ്കാരം. എൻ്റെ തിയേറ്റർ എന്ന പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. ഞാനിന്ന് ഒരു എപ്പിസോഡ് പോകുന്നത് പഴയകാല ഒരു കഥയാണ്. ഇപ്പോഴുള്ളതല്ല, പണ്ട് മിമിക്രി രാജാക്കന്മാർക്ക് പറ്റിയ, അതായത് നാരായണൻകുടി ചേട്ടൻ അദ്ദേഹത്തിന് പറ്റിയ ഒരു കഥ. നമ്മളെന്നൊക്കെ വിട്ടുപിരിഞ്ഞ വലിയൊരു മിമിക്രി കലാകാരനായിരുന്ന ഷിയാസുക, മൂവാറ്റുപുഴ ഷിയാസുക പറഞ്ഞൊരു കഥയാണ്. അദ്ദേഹം പറഞ്ഞ് ഞങ്ങൾ കുറേ ചിരിച്ചിട്ടുണ്ട്. ഒന്നുമില്ല, പണ്ട് പേര് മലബാർ ഭാഗത്ത് പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് ഒരു പള്ളിയിലാണ് എല്ലാവരും പോകും. അപ്പം അബീകയുണ്ട്, ഈ പറഞ്ഞ ദിലീപേട്ടനുണ്ട്, നാഷ്കയുണ്ട്, ഷിയാസിക്കുണ്ട്, നാരായണൻകുടി ചേട്ടനുണ്ട്. അങ്ങനെ മിമിക്രിയിലെ രാജാക്കന്മാരാണ് അന്ന്. ഇവരങ്ങനെ ഒരു പരിപാടിക്ക് മലബാർ ഏരിയ ഒരു പള്ളിയിലാണ് ഷോയ്ക്ക് ചെല്ലുക. അവിടെ ചെന്ന് സാധനം വെച്ച് കെട്ടി സ്വീകരണമായി. കാരണം അതുപോലെ ജനം ഷോകളെ കാണാനൊക്കെ വരുന്നു. അപ്പം അന്ന് താൽക്കാലികം കൊണ്ട് ഉണ്ടാക്കിയ സ്റ്റേജാണ്. പുറകിലിങ്ങനെ ഗ്രീൻ റൂമിൻ്റെ പുറകിൽ ഓല കൊണ്ടൊക്കെ കെട്ടി ഉള്ള സ്റ്റേജാണ്. എല്ലാവരും ചെന്നു, സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ വെച്ചു. കട്ടൻ കെട്ടുന്നുണ്ട്, അതുപോലെ സൗണ്ടൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്, നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നാരായണൻകുടി വന്ന് ഗ്രീൻ റൂമിൻ്റെ അവിടെ വന്നിട്ട് കണ്ണാടി എടുത്തു, പാൻ കേക്കൊക്കെ തുറന്നു വെച്ചു. ഇതൊക്കെ എടുത്ത് കണ്ണാടിയിലൊക്കെ നോക്കി. അപ്പോൾ എടുക്കേണ്ടതൊക്കെ ഒന്ന് ഇതാക്കി വെക്കുമ്പം ചേട്ടൻ ഇരിക്കുന്നതിന് നേരെ ഫ്രണ്ടിൽ ആ ഗ്രീൻ റൂമിൻ്റെ ഓലമറയെന്ന് പറഞ്ഞല്ലോ, ആ ഓല ഇങ്ങനെ കൈ കൊണ്ട് വകന്ന് മാറ്റിയിട്ട് രണ്ട് കണ്ണുകളിങ്ങനെ ചേട്ടനെ നോക്കുക. ചേട്ടനിങ്ങനെ സ്വാഭാവികമായിട്ടും കണ്ണാടി നോക്കിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ കണ്ണുകൾ കാണുമ്പോഴത്തേന് അവിടെ അടുത്തുള്ള വലിയൊരു ആയിരിക്കും എന്ന് പറഞ്ഞ് പിന്നെയും പുള്ളി മേക്കപ്പ് ഇടുന്നു, എഴുതുന്നു. ഈ കണ്ണുകൾ പിന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക. എന്നാലും സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നുമല്ലോ, ചേട്ടാ പരിപാടി ഇവിടെ അല്ല, ഫ്രണ്ടില്ല, അവിടെ പോകും, ഇവിടെ നോക്കി നിൽക്കാതെ. എന്തൊരു കഷ്ടമായത് എന്ന് പറഞ്ഞിട്ട് ഈ കണ്ണുകൾ പിന്നെയും നിൽക്കുക. ചേട്ടനോടല്ല പറഞ്ഞു ഒന്ന് പോയേട്ടാ എന്ന് പറയുമ്പോൾ കണ്ണുകളങ്ങ് മാറി. മേക്കപ്പൊക്കെ ചെയ്തു കഴിഞ്ഞു. അപ്പം ഹൈബ്രോ കണ്ട് വേണം വരയ്ക്കാൻ വേണ്ടി, എടുക്കാൻ വേണ്ടി അപ്പുറത്തുള്ള ഏതോ ആർട്ടിസ്റ്റിൻ്റെ കിച്ചണിൽ ഹൈബ്രോ വാങ്ങിക്കും. ഹൈബ്രോ വാങ്ങിച്ച് അദ്ദേഹം അവിടെ നിന്നിട്ട് അവിടുത്തെ കണ്ണാടിയിൽ ഇങ്ങനെ നോക്കുമ്പം അതിന് നേരെ അപ്പുറത്ത് ആ ആർട്ടിസ്റ്റിൻ്റെ നാടൻകുടി ചേട്ടൻ നിൽക്കുന്നതിൻ്റെ ആ ഭാഗത്ത് ഓല ഇങ്ങനെ വകന്ന് ഈ പറഞ്ഞ കണ്ണുകൾ വന്നിങ്ങനെ നോക്കുക. ചേട്ടനെ ഐബ്രോ ഇട്ട് കണ്ണാടി നോക്കിയിട്ട് എന്തൊരു കഷ്ടമായിട്ട്, ചേട്ടാ അപ്പുറത്ത് പോയി ചേട്ടാ, ഞങ്ങളൊന്ന് ഒരുങ്ങട്ടെ എന്ന് പറഞ്ഞു. പോകുന്നില്ല. നമ്മുടെ പുള്ളി കണ്ണാടി ഇവിടെ വെച്ചിട്ട് ഗ്രീൻ റൂമിൻ്റെ വെളിയിലിറങ്ങി നോക്കുമ്പോൾ ഈ നോക്കിയ ആളിങ്ങനെ നടന്നു പോയി. പറഞ്ഞു എന്തൊരു കഷ്ടം, ഈ പരിപാടി കാണാൻ വന്നാൽ ഇങ്ങനെ ഞങ്ങൾ എന്നെ തന്നെ ഇങ്ങനെ നോക്കേണ്ട കാര്യമില്ല, ഇവിടെ വേറെ എത്ര ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ ഷിയാസൊക്കെ ചോദിച്ചു എന്ത് പറ്റി? ഉമ്മ ഒരുത്തം വന്നെങ്കിൽ ഉമ്മ ഓല വലിച്ച് കയറി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് പോട്ടെ, അത് ഇവിടെ ഉള്ളവരൊക്കെ ഞാൻ പൊതുജനം പലവിധമല്ല, അത് പോട്ടെ. അങ്ങനെ വീണ്ടും ചേട്ടൻ വന്നിരുന്നു, മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് മുടിയൊക്കെ ചീകി വൃത്തിയാക്കി ജുബയൊക്കെ ഇട്ടിങ്ങനെ റെഡിയായിട്ട് നിൽക്കുമ്പോൾ വീണ്ടും ഈ പൊളിച്ച ഓലക്കകത്തിട്ട് രണ്ട് കണ്ണുകളിങ്ങനെ നോക്കുക. ഇവിടെ പുള്ളിക്ക് ഐറ്റം കളിക്കുന്ന സമയമായി, കയറേണ്ട സമയമായി. അപ്പോൾ ഇതിനോട് ഒന്നും പറയാനും വയ്യ, എന്നാ പറയാൻ നോക്ക് എന്ന് പറഞ്ഞ് പുള്ളി ഐറ്റം കളിക്കാൻ വേണ്ടി സ്റ്റേജിൽ കയറി ഐറ്റം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേന് ബോക്സിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഈ നോക്കിയാൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നോക്കുക. നല്ലൊരു ചോപ്പ്. ചേട്ടനിങ്ങനെ ഐറ്റം കളിക്കുന്നു, ഈ പുള്ളിയെ കാണും, കണ്ടൊന്ന് ഞെട്ടിയിട്ട് ആടിപൊടി ഒരു നോട്ടം നോക്കി പുള്ളിയെ നോക്കിയിട്ടൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഐറ്റം കളിച്ചു, മനസ്സമാനം പോയി, പുറകെ വന്നു. എന്തൊരു കഷ്ടം. അപ്പം നല്ല കൈഡിയെ കിട്ടി ഐറ്റത്തിന്, ചേട്ടന കൈഡി കിട്ടി. എന്തൊരു കഷ്ടപ്പാടാ ഇത്, സ്വസ്ഥത തരുന്നില്ലല്ലോ. അപ്പോൾ ഷിയാസൊക്കെ ചോദിച്ചു എന്താ സംഭവിച്ചത്? ഒരുത്തം വന്ന് ഓല പൊളിച്ച് എന്നെ തന്നെ നോക്കുമോ, വേറെ ആരും നോക്കുന്നില്ല. അത് പോട്ടെ, അതിവിടെ നമുക്കൊരു കാര്യം ചെയ്യാം, പരിപാടി കഴിഞ്ഞിട്ട് ആരാത് തപ്പാ എന്നിട്ട് ചോദിക്കാം, എന്തിനാ നോക്കിയെന്ന് ചോദിക്കാം. അതിവിടെ നമുക്ക് ഫ്ലോ കളില്ല, നമുക്ക് ഷോ കളിക്കണ്ടേ പറഞ്ഞ് അങ്ങനെ പറഞ്ഞു ഒതുക്കി. വീണ്ടും പരിപാടി തുടങ്ങി. ഇടയ്ക്ക് പുള്ളി വന്ന് നോക്കുന്നൊക്കെ ഉണ്ട്, മൈൻഡ് ചെയ്തില്ല. ഷോയെല്ലാം കഴിഞ്ഞ് ഇടവകാംഗങ്ങളും അച്ഛനും ഒക്കെ വന്ന് വളരെയേറെ സന്തോഷം പറഞ്ഞു. ഉഗ്രം പരിപാടിയായിരുന്നു. അന്നൊക്കെ അസാധ്യ പരിപാടികളാണ്. ജനം ഇത് കാണാൻ വേണ്ടി ജനലക്ഷങ്ങളാണ് വരുന്നത്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് സൗണ്ടൊക്കെ കയറ്റി ഇങ്ങനെ അന്ന് ടെമ്പിൾ ട്രാവലാണ്, ഈ സോപ്പൂട്ടി പോലത്തെ വണ്ടിയാണ്. അതിനകത്ത് കയറി ഇവരിങ്ങനെ തിരിച്ച് കൊച്ചിയിലേക്ക് പോകും. അന്നും പരിപാടിയുണ്ട്. പിറ്റേ ദിവസം രാത്രി 11-12 മണിയായി. ഇങ്ങനെ വണ്ടി ഇങ്ങനെ ഇറങ്ങി പള്ളിയുടെ വഴിയിൽ കൂടെ ഇറങ്ങി ഈ ചെറിയൊരു ഇറക്കം കൊണ്ട് പോകുമ്പോൾ ഒരു വളവിനോടായപ്പം ഈ നോക്കിയ ആൾ ഒരു ടോർച്ച് ഓടിച്ച് നടന്നു പോവാം. അപ്പം നാരായണൻകുടി ഞാൻ പറഞ്ഞു വണ്ടി എന്നെ നോക്കിയ ആൾ താണ്ട പോകുന്നു പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെല്ലാം പറഞ്ഞു അത് പോട്ടെ, ഇനി വീട്ടാന്ന് പറയുന്നത് നമുക്ക് പോവാം, വണ്ടി വിട് എന്ന് പറഞ്ഞു. പക്ഷേ ഈ കഥ അവിടെ കൊണ്ട് തീർന്നെങ്കിലും
ഷിയാസൊക്കെ അതിൽ നിന്ന് കുറച്ചുകൂടെ ആ കഥയൊന്ന് പൊലിപ്പിച്ച് പറയുന്നതിനൊരു റൂട്ട് മാറ്റി. അങ്ങനെ നാണംകുടി ചേട്ടൻ പറഞ്ഞ പോലെ ആ ആളുടെയൊക്കെ കൊണ്ട് വണ്ടി കൊണ്ട് നിർത്തി ഈ ഡോറിൻ്റെ ഗ്ലാസ് അങ്ങോട്ട് മാറ്റി. അപ്പം ചെറിയ ഡോറാണ്, മറ്റേ ടെമ്പിൾ ട്രാവലിൻ്റെ. ഇത് മാറ്റി തലവെളിയിട്ടിട്ട് 2-3 തെറിയ നാണമില്ല. ഞാൻ ആ വിഭസ്ത്രനായിട്ട് അവിടെ നിൽക്കായിരുന്നു എന്നെ ഇങ്ങനെ നോക്കാൻ. നീ എന്നാ കാണാനാണ് വന്നത്? പെണ്ണുങ്ങളുണ്ടോ നോക്കാൻ വന്നു. മോറ്റോ പറഞ്ഞു 5-6 തെറിയും പറഞ്ഞു. അപ്പോൾ ആ ടോർച്ച് അടിച്ച പുള്ളിയുടെ വലിയ നീളമുള്ള 7 ബാറ്ററിയുടെ ടോർച്ചാണ്. ആ പുള്ളി തിരിച്ചൊരു തെറി പറഞ്ഞിട്ട് അതിന് ഒറ്റ അടിയും കൊടുത്തു. ടങ്ങനെ അടിച്ചുകൊണ്ട് പെട്ടെന്ന് തല ഊരാൻ വല്ലത് ഗ്ലാസ്സിനിടയിലില്ലേ ഊരാൻ പോയി. ആ വാക്കിന് ഒരെണ്ണം കൂടെ കൊടുത്തു തലയ്ക്ക്. അടി കൊണ്ട് തല വലിച്ചൂരി, അയ്യോടാ എന്നെ തല്ലിയടാ എന്ന് പറഞ്ഞ് ബഹളം വെച്ചു. അപ്പം എല്ലാവരും ഓരോ തല്ലി പറഞ്ഞ് വെച്ചപ്പോൾ നീ ടോർച്ച് അടിച്ച ആൾ ടോർച്ചടി നിർത്തിയിട്ട് ഇരുട്ടത്ത് എങ്ങോ മറിഞ്ഞു. പറഞ്ഞു അഭികയൊക്കെ എന്ന് വിളിച്ച് ചോദിച്ചു, നാണംകുട്ടി വല്ലതും പറ്റിയോ? പിന്നെ ആശുപത്രി വല്ലതും പോണോ? ആശുപത്രി ഒന്നും പോകണമെന്നില്ല, പക്ഷെ നല്ല അടിയാണ് കിട്ടി. ഇപ്പം എന്ത് ചെയ്യാനാ, നമുക്ക് ആശുപത്രി പോവാം, ഇവിടെ ആശുപത്രി പോട്ടെ, ആശുപത്രി കണ്ടുവെച്ചോ, നല്ലതാ. ആശുപത്രി കണ്ടുവെക്കുന്നതിന് ആശുപത്രി പിന്നെ പോയി ഇതിന്ന് നമുക്ക് ചികിത്സിക്കാം, മരുന്ന് മേടിക്കാം. അത് വേണ്ട, സാരമില്ല, വാന്ന് പോകുന്നേ ഇല്ലെന്നേ, പിന്നെ ഇതിനെ ആശുപത്രി കണ്ടുവെക്കാൻ പറഞ്ഞേ. അല്ല, ആശുപത്രി കണ്ടുവെക്കാം, ഇതുപോലെ ഇനിയും സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് കയറാമല്ലോ എന്ന് പറയുക. ഇത് നോക്കുമ്പോൾ തന്നെ അങ്ങേ മലയിൽ കൂടെ ഒരു ടോർച്ചിൻ്റെ വെട്ടം കൂടി പോകുന്ന കാണുന്നത്. നോക്കി ഇവരടുത്ത് തീരുക. ഇത് ഷിയാസൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുമ്പോൾ നമ്മൾ ചിരിച്ച് മണ്ണ് തൂക്കും. കാരണം പുള്ളിയുടെ ശൈലി എത്രയാണ്. അപ്പോൾ ഇതുപോലെ ഷോയ്ക്ക് പോയതും ഷോയിൽ സ്റ്റേജിൽ നടക്കുന്നതല്ലാതെ നമ്മളെ പോകുന്ന യാത്രക്കിടയിലൊക്കെ ഉള്ള കുറേയേറെ രസകരമായ സമിതികൾക്ക് അനുഭവ കഥകളുണ്ട്. അത് എല്ലാ സമിതിയിലും ഉണ്ടാവും, എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഉണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ ഞാൻ പോയ സമിതിയിലും എനിക്ക് അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു കഥ പഴയതാണെങ്കിലും കേൾക്കുക. അപ്പോൾ കേട്ട എല്ലാവർക്കും, പ്രിയപ്പെട്ട എല്ലാവർക്കും സന്തോഷമുണ്ട്, നന്മകൾ നേരുന്നു. ഇനിയും കുറച്ച് കഥകളായിട്ട് ഞാൻ വരും. സസ്നേഹം, നിങ്ങളുടെ പ്രിയപ്പെട്ട കണ്ണൻ സാഗർ. ബൈ.